ഞാനൊരു വട്ടപ്പൊട്ടിട്ടാൽ കുലസ്ത്രീ ആകുമെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ എത്ര കണ്ടിട്ട് ഞാൻ വട്ടപ്പൊട്ടിട്ടിട്ടും എനിക്ക് അതുപോലെ ആകാൻ സാധിക്കും. ഇനി കുലസ്ത്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒട്ടുമല്ല. ആണുങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു പെണ്ണ് വന്നിരുന്ന് ഇങ്ങനെ കാലിന്റെ മേൽ കാലിട്ടിരുന്നു കഴിഞ്ഞാൽ അവളൊരു ഫെമിനിസ്റ്റ് ആവത്തൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണല്ലേ കുലസ്ത്രീ എന്ന് പറയുന്നത്. എന്താണ് കുലസ്ത്രീ? സത്യത്തിൽ എനിക്ക് എന്താണ് കുലസ്ത്രീ സത്യം പറഞ്ഞാൽ എനിക്കും അറിയാത്തൊരു കാര്യം. ഞാനൊരു കുലസ്ത്രീ അല്ല. അതായത് എന്നോട് ചിലരെന്തോ പറഞ്ഞതുമല്ല, ഞാനൊരു വട്ടപ്പൊട്ടിട്ടാൽ കുലസ്ത്രീ ആകുമെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ എത്ര കണ്ടിട്ട് ഞാൻ വട്ടപ്പൊട്ടിട്ടിട്ടും എനിക്ക് അതുപോലെ ആകാൻ സാധിക്കുന്നില്ല. ഈ പറയുന്ന കുലസ്ത്രീയെ പോലെ തന്നെ ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണ് ഫെമിനിസ്റ്റ്. എന്നോട് നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണോ? അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ പ്രാവശ്യം ആലോചിച്ചു, ഞാൻ അതാണോ? എന്താണ് ഫെമിനിസം? അതും കൂടെ പറയും. ഫെമിനിസം ഇസ് ജസ്റ്റ് വൺ ഈക്വാലിറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു ആണിന്റെ ആണുങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു പെണ്ണ് വന്നിരുന്ന് ഇങ്ങനെ കാലിന്റെ മേൽ കാലിട്ടിരുന്നു കഴിഞ്ഞാൽ അവളൊരു ഫെമിനിസ്റ്റ് ആവത്തൊന്നുമില്ല. ആ പെണ്ണ് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ കംഫർട്ടാണ്. സോ ഈക്വാലിറ്റി ആണ് ഫെമിനിസം എന്ന് പറയുന്നത്. അത് പുരുഷനോടൊപ്പം സ്ത്രീക്കും ഈക്വലി അവള് സ്പേസിനെ അതിനെ ഷെയർ ചെയ്യാൻ പറ്റും, ചിന്തകളെ ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മാത്രമാണ്. അല്ലാണ്ട് പുരുഷന്റെ മേൽ കുതിര കയറുന്ന ഒരു സ്ത്രീ അല്ല ഫെമിനിസ്റ്റ്. നമ്മൾ ചിലരൊക്കെ അതിനങ്ങ് നമ്മൾ അഥവാ ആരോടെങ്കിലും എന്തെങ്കിലും ആ ചെറുക്കെന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊരു ഫെമിനിസ്റ്റ് ആണ്. യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റ് എന്ന് അവർ പറയുന്നത് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാത്തോണ്ടാവും. ഏറ്റവും കൂടുതൽ ഫെമിനിസം പറയുന്ന സ്ത്രീകൾ എല്ലാ വ്യക്തികളെയും റെസ്പെക്ട് ചെയ്യുന്നവരാണ്. ഇനി ബാക്കിയുള്ളവർ അങ്ങനെയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല. കാരണം അവരുടെ കാഴ്ചപ്പാടല്ലേ ഫെമിനിസ്റ്റ് അല്ല. ഇനി കുലസ്ത്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒട്ടുമല്ല. എനിക്കിനി ആ ഒരു അതായത് സമൂഹം ചേർത്ത് വെച്ചിരിക്കുന്ന ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കുലസ്ത്രീ ആവാൻ എന്നെ കിട്ടത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ആർക്കും അങ്ങനെ ഒരു രീതിയിൽ മുമ്പോട്ട് ഇല്ല. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, അങ്ങനൊന്നും പറയരുത്. ഭയങ്കര കുലം ഭയങ്കര കുലം കൊണ്ട് നടക്കുന്ന സ്ത്രീകളും ഉണ്ട്. അതിൽ എത്ര വാസ്തവമുണ്ട്? ഡിപ്പെൻസ് അപ്പോൺ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഏറ്റവും വിരൂപയായിട്ടുള്ളവൾ പറയുകയാണ് കണ്ണാടി നോക്കിയിട്ട് ഞാൻ ഏറ്റവും സുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ പുറമേ നിൽക്കുന്നവർ പറയും ഇവളാണോ എന്ന് ചോദിക്കുമ്പോ ഫ്രം ഹെർ ആസ്പെക്ട് ഷീ ഈസ് ദ മീ. ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. എന്നെ സമൂഹം എനിക്കിടുന്ന പേരുകൾ എൻ്റെ വിഷയങ്ങളല്ല. എനിക്ക് ഞാനായിത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം.